കെ നായരെന്നോ മറ്റോ പേരുള്ള മനുഷ്യൻ അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് വർഗീയമായ മുഖത്തോടുകൂടി കാണുകയായിരുന്നു. ശേഷം നമുക്കറിയാം, വർഷങ്ങൾ ഒരുപാട് കടന്നു കഴിഞ്ഞ് 1986 ബാബരി മസ്ജിദ് വർഗീയവാദികളായ സംഘപരിവാർ ശക്തികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള നിയമ നടപടിയാണ് ഈ രാജ്യത്തുണ്ടായത്. ഞാൻ അതിന്റെയൊന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അവിടെയുമൊക്കെ ആ നടപടി എടുക്കുവാൻ എന്താണ് പ്രേരകമായതെന്ന് ചോദിച്ചതായ, അതിനെപ്പറ്റി വെളിപ്പെടുത്തലുകൾ നടത്തിയതായ അന്നത്തെ അവിടുത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞത്, അതിനെപ്പറ്റിയുള്ള വിചാരണ നടക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ ഒരു കുരങ്ങുണ്ടായിരുന്നു, എന്റെ വീട്ടിനടുത്തും ആ കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വെറും കുരങ്ങിന്റെ സംസ്കാരം മാത്രം പറഞ്ഞുകൊണ്ടാണ് ബാബരി മസ്ജിദിനെ സംഘപരിവാർ ശക്തികളുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തത്. ശേഷവും ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ മനസ്സുകളെ കുത്തിനോവിപ്പിച്ചുകൊണ്ട് 1992 ഡിസംബർ 6 ആ കറുത്ത ദിനത്തിൽ വർഗീയ സംഘപരിവാർ ശക്തികൾ ബാബരി മസ്ജിദിന്റെ വിശുദ്ധമായ താഴികക്കുടങ്ങളിലേക്ക് ചാടിക്കേറുകയും ആ ബാബരിയുടെ താഴികക്കുടങ്ങളെ തല്ലി തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. 23 വർഷമായി വേദനിക്കുന്ന മനസ്സോടുകൂടി ഈ രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ കാത്തിരിക്കുമ്പോൾ ഇന്നും ഇപ്പോൾ പലരും പറയുന്നത് ബാബരി മസ്ജിദൊക്കെ അങ്ങ് മറക്കണമെന്നാണ്. ബാബരി മസ്ജിദിന്റെ കാര്യം അങ്ങ് മറക്കാൻ ചിലർ പറയുമ്പോഴും മറക്കാൻ ചിലർ കൊതിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അറിയേണ്ടത്, ബാബരി മസ്ജിദ് വിഷയം മറക്കാൻ ഓരോരുത്തരും ഇവിടെ പറയുമ്പോൾ എന്തൊക്കെയാണ് നാം ഇവിടെ മറക്കേണ്ടുന്നത്? ബാബരി പള്ളിയിൽ രാത്രിയിൽ മതിൽ ചാടികൊണ്ട് അകത്തേക്ക് കടന്ന് പോലീസുകാരുടെ റിപ്പോർട്ടാണ് ഈ പറയുന്നത്. രാത്രിയിൽ മതിൽ ചാടി അകത്തേക്ക് കടന്ന് അതിനുള്ളിൽ ശ്രീരാമന്റെ വിഗ്രഹം വെച്ചതായ കള്ളക്കളി നമ്മൾ മറക്കണോ? ഒരു കുരങ്ങന്റെ പേര് പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദിനെ വർഗീയ പരിവാരങ്ങളുടെ കയ്യിൽ വിട്ടുകൊടുത്തത് നമ്മൾ മറക്കണോ? ബാബരി മസ്ജിദ് തല്ലി തകർത്ത് തരിപ്പണമാക്കിയത് നമ്മൾ മറക്കണോ? ബാബരി മസ്ജിദിൽ ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവിടെ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ശേഖരത്തിന് സംരക്ഷണം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ മറക്കണോ? അവസാനം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വിചിത്രമായ ഒരു വിധി വന്നുകൊണ്ട് ബാബരി മസ്ജിദിന്റെ മിഹ്റാബിനുള്ളിൽ ശ്രീരാമ വിഗ്രഹം വെച്ച് ആരാധിക്കാൻ പറഞ്ഞതായ വിധികളെയും നമ്മൾ മറക്കണോ? അങ്ങനെ മറക്കേണ്ടി വന്നാൽ പല കാര്യങ്ങളും നമ്മൾ മറക്കേണ്ടി വരും. സംഘപരിവാർ ദുഷ്ടശക്തികൾ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നടപ്പിൽ വരുത്തിയ ഒരുപാട് വൃത്തികേടുകളെങ്കിലും നമ്മൾ മറക്കേണ്ടി വരും. 1982-83 കാലഘട്ടങ്ങളിൽ ആസാമിലെ നെല്ലയിൽ നടത്തിയ കൂട്ടക്കൊലകൾ നമ്മൾ മറക്കേണ്ടി വരില്ലേ? 92-93 കാലഘട്ടങ്ങളിൽ ബോംബെയുടെ ഗല്ലികളിൽ നടത്തിയ കലാപങ്ങൾ നമ്മൾ മറക്കേണ്ടി വരില്ലേ? കൃത്യം 10 വർഷം പൂർത്തിയായി 2002 ഗുജറാത്തിൽ എന്ന രോദാ പാട്ടിയയിലും അഹമ്മദാബാദിലും ഉൾപ്പെടെ നടത്തിയ കലാപങ്ങൾ നമ്മൾ മറക്കേണ്ടി വരില്ലേ? വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2012 ഇന്നലകളിൽ മുസഫർ നഗറിലുള്ള കലാപങ്ങൾ നമ്മൾ മറക്കേണ്ടി വരില്ലേ? എന്ന് മാത്രമല്ല, അഭിനവ ഭാരതത്തിലെ ഭരണാധികാരി ഈ രാജ്യത്ത് ഭരണച്ചെങ്കോൽ ഏറ്റെടുത്തതിനു ശേഷം ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നടന്ന 680ഓളം ചെറു കലാപങ്ങൾ നമ്മൾ മറക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് സഹോദരങ്ങള്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്, ബാബരി മസ്ജിദ് മറക്കാൻ ആരൊക്കെ പറഞ്ഞാലും അത് മറപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ഇൻഷാ അല്ലാഹ് ബാബരി മസ്ജിദ് മറക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്തിന്റെ ഭാരതത്തിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുന്നത് വരെയും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലും ഞങ്ങളുടെ പോഷക പ്രസ്ഥാനങ്ങളും നിയമപരമായ സമര പോരാട്ടങ്ങളുടെ മാർഗത്തിൽ ഉണ്ടായിരിക്കും. അതിലാർക്കും ഒരു സംശയവും വേണ്ട. ബാബരി മസ്ജിദ് അങ്ങോട്ട് മറക്കുക, അല്ലേ? ബാബരി മസ്ജിദ് അങ്ങോട്ട് മറന്നു കളഞ്ഞേക്കുക. ഇത് മറന്നാൽ ഫാസിസ്റ്റുകൾക്ക് വളരെ സൗകര്യമായി. കാരണം ഇനിയും പലതും അവർക്ക് നടപ്പിൽ വരുത്താനുണ്ട്. കുത്തബ് മിനാർ തകർക്കണം, ചാർമിനാർ തകർക്കണം, ഡൽഹി ജുമാ മസ്ജിദ് തകർക്കണം, അതേപോലെ താജ്മഹാൾ ഇപ്പൊ തേജോ മഹൽ എന്നും പറഞ്ഞു വന്നേക്കുക. താജ്മഹാൽ തേജോ മഹലായിരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക, അല്ലെ? ഈ പേര് പോലും എവിടെ നിന്ന് പൊക്കി. നമ്മൾക്കിനിപ്പോ കുറച്ചു നാള് കഴിയുമ്പോ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി ഞങ്ങളുടെ ഭീമന്റെ ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്ന കാലവും ഒരു കാലത്ത് നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെ എല്ലാം അങ്ങോട്ട് മറന്നു കളയുക.
ഈ ബാബരി മസ്ജിദൊക്കെ അങ്ങ് മറന്നു കളയാൻ പറയുന്നവന്മാർക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഈ പറയുന്നവന്മാരുടെ ഒന്നും അച്ചി വീടിന്റെ പേരല്ല. ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ 4.5 നൂറ്റാണ്ട് കാലം പടച്ചതമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്ത ഒരു പള്ളിയുടെ പേരാണ് ബാബരി മസ്ജിദ്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാ, ബാബരി മസ്ജിദ് മറക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളിത് പറയുമ്പോൾ ഏത് പ്രസ്ഥാനമാണിത് പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. തെരുവോരങ്ങളിൽ പതിച്ചിരിക്കുന്ന കാവി നിറമുള്ള പോസ്റ്ററിൽ നിന്നും ഫോൺ നമ്പർ മൊബൈലിൽ ഫീഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെന്ന് കഥകടച്ച് ബാത്റൂമിനുള്ളിൽ കയറി കഥകടച്ച് അവിടെ നിന്ന് മിസ് കോൾ അടിച്ചുകൊണ്ട് പാർട്ടിയിൽ മെമ്പർഷിപ്പ് നേടി മിസ് കോൾ പാർട്ടിയുടെ വക്താക്കളല്ല ഈ പറയുന്നത്. ചങ്കോറ്റമുള്ളതായ ആണത്തമുള്ളതായ ഈ രാജ്യത്തിന്റെ 20-ൽ പരം സംസ്ഥാനങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന പ്രാമാണിക പണ്ഡിത പ്രസ്ഥാനവും അതിന്റെ പോഷണ സംഘടനകളും പറയുന്നു, ഇൻഷാ അല്ലാഹ് ബാബരി മസ്ജിദ് ഞങ്ങൾ മറക്കില്ല, ബാബരി മസ്ജിദ് ഞങ്ങൾ മറക്കില്ല. പിന്നെന്താ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ കള്ളക്കഥകളൊക്കെ കെട്ടിയുണ്ടാക്കിക്കൊണ്ടുവരികയാ. മുൻഗാമികളായ മുസ്ലിം രാജാക്കന്മാര് ചക്രവർത്തിമാരൊക്കെ അമ്പലം പൊളിയന്മാരായിരുന്നു. അവരൊക്കെ എല്ലാ അമ്പലങ്ങളും പൊളിച്ചു കളഞ്ഞവരാ. ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. അതുമൊക്കെ പറഞ്ഞിട്ടാണ് മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ രാമക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. രാമക്ഷേത്രം തകർത്തിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഇപ്പോ ടിപ്പു സുൽത്താന്റെ മേൽ ഒരു ടിപ്പു ജയന്തി ആഘോഷിച്ചപ്പോൾ സവർണ കോമരങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല, അവർക്ക് സഹിക്കാൻ പറ്റൂല. കാരണം ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബ്രാഹ്മണിസം കൊടികുത്തി വാഴിരുന്ന RSSന്റെ ബ്രാഹ്മണിസം കൊടികുത്തി വാണിരുന്ന ഇന്ത്യ രാജ്യത്ത് തൊലി കറുത്തതിന്റെ പേരിൽ മാറുമറയ്ക്കാൻ, മാനം മറയ്ക്കാൻ, നാണം മറയ്ക്കാൻ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പാവപ്പെട്ട അമ്മവങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുത്ത ടിപ്പു സുൽത്താൻ, ആ ടിപ്പു സുൽത്താൻ ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ തകർത്ത് കളഞ്ഞ ആളായിരുന്നു എന്ന്. ടിപ്പു സുൽത്താൻ അമ്പലങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. നമ്മളൊന്നറിയണം, പറയുന്നവന്മാരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബഹുമാന്യനായ ടിപ്പുവിനെ പോലെ, ബഹുമാന്യനായ ഔറംഗസീബ് ആലംഗീർ റഹിമഹുള്ളയെ പോലെ ഈ രാജ്യം ഭരിച്ചിരുന്ന മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ ഈ രാജ്യത്തുണ്ടായിരുന്ന അമ്പലങ്ങളൊക്കെ തകർത്ത് പള്ളിയാക്കാൻ അവരന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ന് RSSകാരന് അരനിക്കറുമിട്ടുകൊണ്ട് രാവിലെ കസറത്ത് നടത്താൻ ഈ രാജ്യത്തൊരു ക്ഷേത്രത്തിന് മുറ്റം അവശേഷിക്കുമാണ്ടായിരുന്നില്ല അല്ലേ? അവരൊക്കെ അമ്പലം പൊളിച്ചു. നമുക്കറിയോ, മഹാനായ ഷഹീദേ മില്ല ഫത്തഹ് അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഈ രാജ്യത്ത് 48 ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആളാണ് ടിപ്പു സുൽത്താൻ. 48 ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ. കേരളത്തിലെ പോലും പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെതായ റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇന്നും കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിലുണ്ട്. അതെ, അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ടിപ്പു സുൽത്താനാ. ശൃംഗേരി മഠം ഉൾപ്പെടെയുള്ള മഠങ്ങളുടെ കേടുപാടുകൾ തീർത്തുകൊടുത്തത് ടിപ്പു സുൽത്താന്. ആരാ ടിപ്പു സുൽത്താനെ കുറ്റം പറയുന്നത്? എന്ത് പാരമ്പര്യം അവകാശപ്പെട്ടവരായി പറയുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ഒരേ ഒരു രാജാവാണ് ബഹുമാന്യനായ ടിപ്പു സുൽത്താൻ. ഈ രാജ്യത്ത് ഒരുപാട് രാജാക്കന്മാര് കടന്നുപോയി. മഹാറാണ പ്രതാപ് കടന്നുപോയി, ശിവജി കടന്നുപോയി, മാർത്താണ്ഡവർമ്മ കടന്നുപോയി, വേലുത്തമ്പി തലവ കടന്നുപോയി, അതേപോലെ തന്നെ ഒരുപാട് പഴശ്ശിരാജ കടന്നുപോയി. ഇവർക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മഹത്തായ ഭാഗ്യം കിട്ടിയ ആളാണ് ടിപ്പു സുൽത്താൻ. നമുക്കറിയുമല്ലോ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയപ്പോൾ വേലുത്തമ്പി തളവ സ്വന്തമായി ആത്മഹത്യ ചെയ്ത മനുഷ്യന, മാർത്താണ്ഡവർമ്മ സ്വന്തമായി ആത്മഹത്യ ചെയ്ത മനുഷ്യന, പഴശ്ശിരാജ സ്വന്തമായി ആത്മഹത്യ ചെയ്ത മനുഷ്യന. എന്നാൽ ബഹുമാന്യനായ ടിപ്പു സുൽത്താൻ റഹിമഹുള്ള ഈ രാജ്യത്തുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് ടിപ്പു സുൽത്താൻ. ഈ കുറ്റം പറയുന്നവന്മാർക്ക് എന്ത് പാരമ്പര്യമാണ് അവകാശപ്പെടാനുള്ളത്? എന്ത് പാരമ്പര്യം? ബ്രിട്ടീഷുകാരന് കത്തെഴുതി കൊടുത്ത് രക്ഷപ്പെട്ട സവർക്കറുടെ പാരമ്പര്യമാ? ഗോൾവാൾക്കറുടെ പാരമ്പര്യമാ? പറയാനൊരു പാരമ്പര്യമുണ്ടോ? അവകാശപ്പെടാനൊരു പാരമ്പര്യമുണ്ടോ? അറിയണം.
മുൻഗാമികളായ ചക്രവർത്തിമാർ അങ്ങനെ അമ്പലം തകർത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിരാതവാഴ്ച നടത്തിയവരൊന്നുമായിരുന്നില്ല. ബഹുമാന്യനായ ഔറംഗസീബ് ആലംഗീരി റഹിമഹുല്ലാ, ഷാജഹാന്റെ പുത്രനായ ഔറംഗസീബ് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ മാതാവിന്റെ മേൽ യമുന നദിയുടെ തീരത്ത് 20 വർഷം കഷ്ടപ്പെട്ട് 20,000 തൊഴിലാളികളെ കൊണ്ട് വെണ്ണക്കല്ലിലാൽ ഒരു താജ്മഹാൾ തീർത്തിട്ട് അതിന്റെ മറുകരയിൽ വീണ്ടും കറുത്ത കല്ലുകൊണ്ടൊരു താജ്മഹാൾ തീർക്കാൻ ഒരുങ്ങുമ്പോൾ ഈ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നുള്ള പൊതുപണം ഉപയോഗിച്ച് എന്റെ പിതാവ് സ്വന്തം കാര്യത്തിന് ചെലവഴിക്കുന്നത് അപകടമാണ്, അത് രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥ നഷ്ടപ്പെടുത്തി അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കണമെന്ന് പറഞ്ഞു തന്റെ പിതാവിന് വിശ്രമ ജീവിതം നേടിക്കൊടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വന്ന ആളാണ് ബഹുമാന്യനായ ഔറംഗസീബ് ആലംഗീരി റഹിമഹുല്ലാ. എന്നിട്ട് എങ്ങനെയാ ജീവിച്ചത്? ഔറംഗസീബ് എങ്ങനെയാ ജീവിച്ചത്? മുൻഗാമികളായ ചക്രവർത്തിമാരെ പറ്റി, മുസ്ലിം ചക്രവർത്തിമാരെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാകണം. ഔറംഗസീബ് ആലംഗീരി എങ്ങനെയാ ജീവിച്ചത്? ഇന്ന് അധികാരം കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ പാസ്പോർട്ട് മടിച്ച് നാട് ചുറ്റിയെന്ന പോലെ നാട് ചുറ്റിയ ആളായിരുന്നില്ല ഔറംഗസീബ് ആലംഗീരി റഹിമഹുല്ലാ. പിന്നെയോ തന്റെ രാജ്യത്തിന് വേണ്ടി സമയം കൊടുത്ത് അതിൽ നിന്ന് അരമണിക്കൂർ 1 മണിക്കൂർ മാറ്റിവെച്ച് മാർക്കറ്റിന്റെ മുമ്പിൽ പോയിരുന്നു തൊപ്പി തുന്നിയിട്ട് ഖുർആൻ എഴുതിയിട്ട് അത് വിറ്റുകൊണ്ട് രാജകുടുംബത്തിന് ഭക്ഷണം കൊടുത്ത ആളായിരുന്നു ഔറംഗസീബ് ആലംഗീരി റഹിമഹുല്ലാ. ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് ദഹിക്കുവോ? ഇതൊക്കെ പറഞ്ഞാൽ ഇന്ന് ദഹിക്കുവോ? 3600 കോടി ഡോളറിന്റെ വിമാനം കാത്തിരിക്കുന്നവർക്ക് ഇതൊക്കെ ദഹിക്കുവോ? അയൽ രാജ്യത്തെ ഭരണാധികാരിയെ 10 ലക്ഷത്തിന്റെ കോട്ടിട്ട് സ്വീകരിച്ചവർക്ക് ഇതൊക്കെ ദഹിക്കുവോ? ലോകം മുഴുവനും ചുറ്റിയിട്ട് ഇങ്ങനെ സെൽഫി എടുത്ത് ട്വിറ്ററിലിട്ട് ടിൻഡുമോൻ കളിക്കുന്നവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. പാരമ്പര്യമുണ്ടാകണം. മുൻഗാമികളായ ചക്രവർത്തിമാർ അവരൊക്കെ ഈ രാജ്യത്തെ മുസ്ലിം അല്ലാത്തവരെയൊക്കെ കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളെയൊക്കെ ടിപ്പു സുൽത്താനും ഔറംഗസീബ് ആലംഗീരിയും ഷാജഹാനും ബാബറും ബീർബലും അടക്കമുള്ളതായ ചക്രവർത്തിമാർ കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിനൊരു വൃത്തികെട്ട മുഖം സമ്മാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വസ്ഥത കെടുത്തിക്കളയാൻ ഒരു കാവി കളസമിട്ടവനും ഈ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. അറിയണം, അവരന്ന് മുസ്ലിം അല്ലാത്തവരെയൊക്കെ കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രം ഇന്ത്യ ആവുമായിരുന്നു. സംശയമുണ്ടോ? ഇത് പറയുന്നവർ എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത്? ഇത് ഈ കള്ളക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് മുഹമ്മദ് വഹീറുദ്ദീൻ ബാബർ അങ്ങനെ രാമക്ഷേത്രം പണിഞ്ഞിട്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കിയത് എന്ന് ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ പാടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. ഇതൊക്കെ പിന്നെ പലരും ഇങ്ങനെ പാടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. ഇപ്പൊ കേരളത്തിനൊരു പുതിയ ഭീകരജീവിയെ കിട്ടിയിട്ടുണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശം മുതലാളി. ആ വെള്ളാപ്പള്ളി നടേശം മുതലാളിയുടെ ചിറ്റമ്മയായ മേഡം ശശികല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മുസ്ലിം രാജാക്കന്മാരൊക്കെ അമ്പലം പൊളിച്ചവരായിരുന്നു, മുസ്ലിം രാജാക്കന്മാരൊക്കെ ഹിന്ദുക്കളെയൊക്കെ കൊലപ്പെടുത്തിയവരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. എന്നിട്ട് ഇങ്ങനെ മുസ്ലിം മനസ്സുകളെ കൊത്തി നോവിക്കാൻ വേണ്ടിയിട്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. കാരണം ശശികല എന്ന പേരുള്ളതായ കേരള സംസ്ഥാനത്തിലെ വർഗീയവാദിയായ ഭീകരജീവി ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങളൊന്ന് ഓംകാരം മുഴക്കിയപ്പോൾ തവിടുപൊടിയായി ബാബരി പൊടി പോലും ഇല്ല കാണാൻ. ഞങ്ങളൊന്ന് ഓംകാരം മുഴക്കിയാൽ ഹിന്ദു ഉണന്നാ പിന്നെ തീർന്ന്. ആരെ കണ്ടിട്ടായി പറയുന്ന? അരനക്കറിട്ട പീക്കരി പിള്ളേരെ കണ്ടിട്ടാണോ? അത് കണ്ടിട്ടാണോ പറയുന്നത്? ഈ പറയുന്ന ശശികലയ്ക്കറിയോ ഞങ്ങളുടെ സമുദായത്തിലെ ചങ്കൂറ്റമുള്ള ആൺകുട്ടികളെ പറ്റി അറിയോ? നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്ന അനുസരണയുള്ള ആൺകുട്ടികൾ, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന അനുസരണയുള്ള ആൺകുട്ടികൾ. വേണ്ട, നേരെ മറിച്ചെന്ന് ഇരുത്തി മൂളിയാൽ കൈകാര്യം ചെയ്യേണ്ടവരെ കൈകാര്യം ചെയ്യാൻ ചങ്കൂറ്റമുള്ള ഞങ്ങളുടെ ആൺകുട്ടികൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഈ രാജ്യത്തിന്റെ സുരക്ഷിതാവസ്ഥ നശിപ്പിച്ചു കളയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഈ രാജ്യത്ത് സുരക്ഷിതാവസ്ഥ നിലനിൽക്കണം. ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ടാക്കിയിട്ട് വർഗീയ മുതലെടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. അപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് മുതലെടുപ്പ് നടക്കുക. കേരളത്തിൽ ഉൾപ്പെടെ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് മുതലെടുപ്പ് നടത്തുക, അല്ലേ? എന്നിട്ട് വന്നേക്കുക കേരളത്തില്
ഒന്ന് മനസ്സിലാക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും RSSന്റെ വൃത്തികെട്ട സംഖ്യകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് നിങ്ങൾ കലാപമുണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളെന്നറിഞ്ഞുക, ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ നിന്റെയൊക്കെ വാളിന്റെയും തൃശൂലങ്ങളുടെയും മുന്നിൽ കൈകൂപ്പി നിന്ന അതേ കുത്തുബുദ്ദീൻ അൻസാരികളെ കണ്ടിട്ടാണ് വന്നതെങ്കിൽ ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞ മക്കളെ. ഇവിടെ ആൺകുട്ടികളുണ്ട്. ഞങ്ങൾ കൈ ഉയർത്തുന്നത് നിന്റെയൊന്നും മുന്നിൽ കൂപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നിന്റെയൊക്കെ കൈ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മറക്കണ്ട. അറിയണം, ഈ രാജ്യത്ത് അധികാരം അങ്ങോട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ കൊരങ്ങന്റെ കൈ പൂമാല കിട്ടിയ പോലെ എന്തൊക്കെ ഫത്വകളാ. ഞങ്ങളല്ലാത്തവരൊക്കെ അങ്ങോട്ട് പോയേക്കുക. പറഞ്ഞാ പിന്നെ ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കുറെ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നിട്ട് പറയുന്നത് എന്താ? അപ്പോ നമ്മൾ കണ്ടല്ലോ ഒരു പ്രഹസനം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്. നാളത്തെ പത്രത്തിൽ നമുക്ക് കാണാം, കേരളത്തിലെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഹൈ സെക്യൂരിറ്റി എടുത്തേക്കുക. ഭയങ്കരമായ സെക്യൂരിറ്റിയാ. ആരെ പേടിച്ചിട്ടാ? മുസ്ലിം ഭീകരവാദികളെ പേടിച്ചിട്ടാ? നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ? ശബരിമലയ്ക്കൊക്കെ നാളെ ഇങ്ങനെ ആയിരക്കണക്കിന് പോലീസുകാരെ ഇങ്ങനെ ഇറക്കും. കാരണം ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരോ ഇനി ഇമാം കൗൺസിലോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ PDPയോ ആരെങ്കിലും ഒക്കെ തിരിച്ചടിച്ചാലോ എന്ന് നിങ്ങളൊരു കാര്യം അറിയണം. അങ്ങനെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ 23 വർഷം കാത്തിരിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നേ ചെയ്യാമായിരുന്നു. ഇവിടെ ആരും ഭയപ്പെടണ്ട. ഈ പരിപാടി നടക്കുമ്പോ നമ്മുടെ മുമ്പിലൂടെല്ല ഇരുമുടിക്കെട്ടുമായി സ്വാമിമാർ നടന്നു നീങ്ങുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ടോ? കുറെ നാളുകൾക്ക് മുമ്പ് ശബരിമലയിൽ ഒരു വലിയ അപകടം ഉണ്ടായപ്പോഴേ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരുൾപ്പെടെ പലരും ഈ തൊപ്പിയും ധരിച്ച് ഈ ജുബ്ബയും ധരിച്ചുകൊണ്ട് ശബരിമലയിൽ അപകടത്തിൽപ്പെട്ട സ്വാമിമാർക്ക് വേണ്ടി പരിരക്ഷ കൊടുക്കാൻ ജാഗരൂകരായി കർമ്മനിരതരായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായിരുന്നു എന്ന് തിരിച്ചറിയാ. ഞങ്ങളെ ആരും പേടിക്കൊന്നും വേണ്ട. എന്നിട്ടിപ്പോ ശശികല പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അമ്പലങ്ങൾ മുഴുവൻ പോലീസാ. പത്മനാഭ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ എത്ര സെക്യൂരിറ്റി കഴിഞ്ഞ് വേണം ഞങ്ങൾ പോവാൻ. പക്ഷെ ഏതെങ്കിലും പള്ളിയിൽ സെക്യൂരിറ്റി ഉണ്ടോ? മമ്പ്രം പള്ളി സെക്യൂരിറ്റി ഉണ്ടോ? ഭീമാപ്പള്ളി സെക്യൂരിറ്റി ഉണ്ടോ? കടുവാപ്പള്ളി സെക്യൂരിറ്റി ഉണ്ടോ? ഇവിടെ നമ്മൾ അറിയണം, പത്മനാഭ സ്വാമി ക്ഷേത്രത്തില് അങ്ങനൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ അവിടെ തുറക്കാൻ ഇനി ഒരു നിലവരം ബാക്കിയുണ്ടാവുമായിരുന്നില്ല. അതെല്ലാം കൈയിട്ട് വാരി മുടിപ്പിച്ചേനെ. അത് നമ്മളായിട്ട് നിർത്തിയ സെക്യൂരിറ്റി ഒന്നുമല്ല. ദൈവത്തിന്റെ പടം സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് ഹിന്ദുക്കൾ തന്നെ ഒപ്പിച്ച സെക്യൂരിറ്റിയാ. പിന്നെ പള്ളികൾക്ക് സെക്യൂരിറ്റി അല്ലേ? പള്ളികളിൽ പോലീസ് ഇല്ലല്ലോ, പള്ളികളിൽ പട്ടാളമില്ലല്ലോ. ഞങ്ങളുടെ പള്ളികളെ പരിരക്ഷിക്കാൻ ഒരു പോലീസിനെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ പള്ളികളെ പരിരക്ഷിക്കാൻ ഒരു പട്ടാളത്തെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. 23 വർഷങ്ങൾക്ക് മുമ്പ് ബാബരി മസ്ജിദിന്റെ സംരക്ഷണ ചുമതല കുറെ പട്ടാളക്കാരെ ഏൽപ്പിച്ചതിന്റെ വേദന ഇന്നും അനുഭവിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ പള്ളികളിൽ കൈവക്കാൻ ആരെങ്കിലും വന്നാൽ ഈ സമുദായത്തിന്റെ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരായ പട്ടാളക്കാർ ഇൻഷാ അല്ലാഹ് അതിനെതിരെ പ്രതിരോധത്തിന്റെ പടകോക്കളം മുഴക്കുമെന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്കുണ്ടാകേണ്ടുന്നത്. നമുക്കൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കാരുടെയും ഇങ്ങനെ പിന്താങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്ത് നടപ്പിൽ വരുത്തുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹിന്ദു സഹോദരങ്ങളുണ്ട് എങ്കിൽ ഇന്ന് ഹിന്ദുക്കളുടെ മൊത്തം കുത്തക അവകാശപ്പെട്ട് നടന്നു വരുന്ന RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ നിങ്ങളെ വഞ്ചിക്കുകയാണ്. രാമൻ ജനിച്ചു വീണ ബാബന രാമജന്മഭൂമി ഞങ്ങളാണ് ഇവിടെ ഒഴിവാക്കിയെടുത്തത്. അവിടെ ഞങ്ങളാണ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ രാമരാജ്യത്തിന് വേണ്ടി നടക്കുന്ന ഞങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. നമ്മളും ചിന്തിച്ചു നോക്കണേ, ഇന്ത്യ രാജ്യത്ത് ആകെ രാമനുമായി ബന്ധപ്പെട്ടത് ഈ രാമജന്മഭൂമി മാത്രമേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. പാലക്കാട് സീതാർകുണ്ടെന്ന് പറഞ്ഞ് സീത കുളിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഏതെങ്കിലും RSS ഇന്ന് വരെ അവിടെ പോയി ട്രൗസറെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കി നമ്മള്. അതൊന്നും ആർക്കും വേണ്ട. രാമനുമായും സീതയുമായും ബന്ധപ്പെട്ട ഒരുപാട് സ്മാരകങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതൊന്നും അവർക്ക് വേണ്ട. പിന്നെന്താ ഒരു പള്ളി പൊളിച്ചു കളഞ്ഞാൽ അതിലൂടെ കുറെ വർഗീയ മുതലെടുപ്പ് നടത്താം. നമുക്ക് പറയാനുള്ളത്, BJP അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോ പ്രകടന പത്രിക ഇങ്ങനെ പുറത്തു കാട്ടിയപ്പോൾ അതിൽ പ്രധാനമായി വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവർ ഉരുട്ടിക്കാണിച്ചത് ബാബരി മസ്ജിദ് നിന്നെടുത്ത് ഞങ്ങൾ രാമക്ഷേത്രം പണിയുമെന്നാണ്. അത് കേട്ടിട്ട് ഏതെങ്കിലും നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ കണ്ടൊടിഞ്ഞ താമരയ്ക്ക് മേൽ വോട്ട് കുത്തിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആരും, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ അത് അനുവദിക്കാൻ പോകുന്നില്ല. പിന്നെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിപ്പോ ഇവരിങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, ഇവിടെ വർഗീയതയുണ്ടാക്കി ഇവരിങ്ങനെ കടന്നു പോവുകയാ. ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ വർഗീയവാദികളായ ഈ സംഘപരിവാറിനെ തിരിച്ചറിയുക. ഹിന്ദു സമൂഹത്തെ ചതിക്കുകയാണ് അവർ. ഹിന്ദു സമൂഹത്തെ ചതിക്കുന്നു. ബാബരിയോട്, രാമജന്മക്ഷേത്രത്തോട് അത്ര സ്നേഹമുള്ളതൊന്നുമല്ല. ഇപ്പൊ പിന്നെ ഒരു ഗോവധം കൊണ്ടുവരുന്നുണ്ടല്ലോ, അല്ലെ? VS-ന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കാളക്കുറ്റന്മാരുടെ കുറെ മക്കൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവര് ഗോവധത്തിന്റെ പിന്നാലെ ഇങ്ങോട്ട് ഇറങ്ങിയേക്കുക. അപ്പൊ കേരളത്തിലൊക്കെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചേക്കുക, രാമന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഏത് രാമനാ? തന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഒരു മാനിനെ വേട്ടയാടി പിടിക്കാൻ പോയ രാമന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഗോവധം നിരോധിക്കണമെന്ന്. ഇവനൊക്കെ മതവുമായിട്ട് ഒരു മുത്തഫരീദെങ്കിലും ഓതിയിട്ടുണ്ടോ? മതവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അവന്മാർക്ക്? ഹിന്ദു എന്നിവരെ പറയുന്നത് പോലും അപകടമാണ്. അത് നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് നാണക്കേടാ, നല്ലവരായവർക്കത് നാണക്കേടാ. അതുകൊണ്ട് നമ്മൾ അവരങ്ങനെ പറയല്ലേ. ഈ സംഘപരിവാർ ശക്തികൾ, ഇവർക്ക് എന്ത് വിവരമാണുള്ളത്, എന്ത് ബോധമാണ്, മതവുമായി എന്ത് ബന്ധമാണ്, അല്ലെ? ഗോവധത്തിന്റെ പേര് പറഞ്ഞ് നടന്ന ഇവര് പോർക്ക് ഫസ്റ്റ് നടത്തിയല്ലോ. എന്നിട്ട് ഇങ്ങനെ പന്നിയിറച്ചി ഇങ്ങനെ അറുത്ത് വെച്ച് ഇങ്ങനെ ചാപ്സാക്കി ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പന്നിയിറച്ചിയുടെ ഫളായിൽ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഭാഷണം നടക്കുക. പന്നിയിറച്ചിയുടെ മഹത്വം പറഞ്ഞിട്ട് പ്രഭാഷണം നടത്തുക. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി ആളുടെ കയ്യിൽ പന്നിയിറച്ചി കൊണ്ട് കൊടുത്തപ്പോ, പടച്ചോനെ എനിക്കിത് ഹറാമാ, തിന്നാൻ മനസ്സില്ല. നമ്മളൊന്നറിയണം, ഗോവധത്തിനെതിരെ ശബ്ദമുയർത്തുന്നവർ ഇവിടെ പന്നി ഫെസ്റ്റ് നടത്തി, പോർക്ക് ഫെസ്റ്റ് നടത്തി. പന്നി അറുത്തിട്ട് അതിന്റെ മാംസം ചാപ്സാക്ക് വെച്ച് വിളമ്പിയപ്പോൾ അതേ ഹിന്ദു സമൂഹത്തിൽ പശുവിന് കൊടുക്കുന്നതിനേക്കാൾ സ്ഥാനം പന്നിക്ക് കൊടുക്കുന്നുണ്ട്. ക്ഷമിക്കണം, ഞാൻ കെട്ടിപ്പറയൊന്നുമല്ല, ഉണ്ടാക്കി പറയൊന്നുമല്ല. ദശാവതാരങ്ങൾ, 10 ദശാവതാരങ്ങളുണ്ട്. ഈ ദശാവതാരങ്ങളെ പറ്റി പഠനം നടത്തിയാൽ അതിൽ ഒരു അവതാരത്തിന്റെ പേര് വരാഹം എന്നാണ്. അതേ ഹൈന്ദവ മഹർഷിമാർ പറയുന്നു, വരാഹം എന്ന് പറഞ്ഞ പന്നിയ. സ്വന്തം ദൈവത്തെ അറുത്ത് ഫെസ്റ്റ് നടത്തിയവന്മാരാവര്, എന്നിട്ട് ഹിന്ദു മതത്തിന്റെ പേര് പറയാൻ അവകാശമുണ്ടോ? ഹിന്ദു മതത്തിന്റെ നമ്മളും ചിന്തിച്ചു നോക്കെ. ഇപ്പൊ ഗണേശോത്സവം ഇങ്ങനെ കെട്ടിഘോഷിച്ചുകൊണ്ട് നടന്നു. ഗണേശോത്സവം, ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി അതിന്റെ പേരിൽ കലാപമൊക്കെ നടത്താൻ ശ്രമിച്ചു. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ ആൺകുട്ടികൾ ഉള്ളതുകൊണ്ട് അത് നടന്നില്ല. അപ്പൊ നമ്മൾ അറിയണം, ഗണേശോത്സവം ഇങ്ങനെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമ്പോ നമുക്കറിയോ, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഗണപതിയുടെ വാഹനം എലിയാണ്. ഇന്ന് വരെ RSSകാരൻ ഇവിടെ എലിവധം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എലിവില്ലിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടോ? എലിവിഷത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? നമ്മൾ അറിയേണ്ടത്, ഇവർക്ക് മതവുമായിട്ടൊരു ബന്ധവുമില്ല. ഹിന്ദു എന്ന് പറയാൻ ഇവനൊക്കെ അവകാശമുണ്ടോ? എന്താ ഹിന്ദു എന്ന് പറഞ്ഞാൽ? അല്ലെ, മേഡം ശശികല പറയുന്നുണ്ടല്ലോ, ശശികല എന്ന് എന്നാ പറയേണ്ടത്? അതെന്താന്ന് വല്ലപ്പുഴക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. മേഡം ശശികല പറയുന്നത് ഹിന്ദു എന്നുടന്നാ പിന്നെ തകിടം പറയുന്ന ആരാ ഹിന്ദു? ഹിംസയെ വെറുക്കുന്നവനാണ് ഹിന്ദു. മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനെ എതിർക്കുന്നവനാണ് ഹിന്ദു. ലോകത്തുള്ള സമസ്ത കോടി മനുഷ്യ മക്കൾക്കും സുഖമുണ്ടാകട്ടെ എന്ന് കരുതുന്നവനാണ് ഹിന്ദു. അല്ലാതെ പള്ളി പൊളിക്കുന്നവനും
കലാപം ഉണ്ടാക്കുന്നവനൊന്നുമല്ല ഹിന്ദു. അതുകൊണ്ട് ഇവരെ ഒന്നും ഒരിക്കലും നമ്മൾ ഹിന്ദു എന്ന് വിളിക്കരുത്. ഹിന്ദു എന്ന് വിളിച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് അത് അപമാനമാണ്. നമ്മളോട് സഹകരിക്കുന്നവരല്ലേ അവര്, സഹവസിക്കുന്നവരല്ലേ അവരെ നമ്മൾ അപമാനിക്കരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ രാമായണം മുന്നിൽ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. നമുക്കറിയോ, ലോകത്താകെ ഒരു അധ്യാത്മ രാമായണേ ഉള്ളോ? ആകെ ഒരു അധ്യാത്മ രാമായണേ ഉള്ളോ? കെ രാമാനുജൻ എന്ന പേരുള്ള പരിപൂർണമായും രാമന്റെ ജീവിതത്തെ പറ്റി പഠനം നടത്തിയ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 300 രാമായണങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ട്. 300 രാമായണം. അദ്ദേഹം അത് തുടങ്ങുന്നത് തന്നെ രാമായണം എത്ര എണ്ണം ഉണ്ട്, 300 ആണോ 3000 ആണോ എന്ന് പറഞ്ഞുകൊണ്ടാ. നമ്മൾ അറിയണം, ശ്രീരാമദാസ ഗൗഡർ എന്ന പേരുള്ള പരിപൂർണനായ ഹിന്ദുത്വ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം 19 രാമായണത്തിന്റെ പേര് പറയുന്നു. സൂര്യരാമായണം, ചന്ദ്രരാമായണം, രാമായണ മഹാമാല, മഹാരാമായണം, സമൃദ്ധ രാമായണം എന്നിങ്ങനെ ഉൾപ്പെടെ 19ഓളം രാമായണത്തിന്റെ പേര് പറഞ്ഞു. ഇതൊന്നും സംഖ്യകൾക്ക് വേണ്ട, ഇതൊന്നും അവർക്ക് വേണ്ട. അവരൊരു രാമായണത്തെ മാത്രം എടുത്താൽ തന്നെയും, ആ രാമായണം എടുത്താൽ തന്നെയും വെല്ലുവിളിക്കുകയാ സംഘപരിവാർ ശക്തികളെ. ഈ ഒരു രാമായണം മുന്നിൽ വെച്ച് ഒരു തിരുത്തലും വരുത്താതെ, ഒരു മാറ്റവും വരുത്താതെ, മുഹമ്മദ് വഹീറുദ്ദീൻ ബാബരി മസ്ജിദ് പണിഞ്ഞ സ്ഥലത്താണ് അതേ രാമൻ ജനിച്ചു വീണത് എന്ന് രാമായണം മുന്നിൽ വെച്ചുകൊണ്ട് സത്യസന്ധമായി തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല സഹോദരങ്ങളെ, പറ്റില്ല. രാമായണം വെച്ചാൽ പോലും അത് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നല്ലവരായ ഹിന്ദുക്കളെ ഇവർ വഞ്ചിക്കുകയാണ്, ഇവർ ചതിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഉണരണം, നമ്മൾ ഓരോരുത്തരും ഉണരണം. മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും നമ്മളെ ചതിക്കുകയാണ്. ഒരു ബാബരി മസ്ജിദിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ BJP, അമിത്ഷായുടെ BJP മാത്രമല്ല ഇവിടെ കുഴപ്പം. പിന്നെയോ ഈ ബാബരി മസ്ജിദിന്റെ പേരിൽ ആളുന്നവരെ കോൺഗ്രസ് സർക്കാരിന് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിശ്വാസി മുസ്ലിം സമുദായത്തോടൊപ്പമോ ഈ രാജ്യത്തെ നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോടൊപ്പമോ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചരിത്രം നാം ഒന്ന് പരിശോധിക്കും. ബാബരിയുടെ ചരിത്രം, അതെ, 1949 ഡിസംബർ 23 ബാബരി മസ്ജിദിൽ ശ്രീരാമന്റെ വിഗ്രഹം കൊണ്ടുവെക്കുമ്പോൾ ഇവിടെ ഏകപക്ഷീയമായ ഭരണം നടത്തിയത് കോൺഗ്രസ് ഭരണമായിരുന്നു. ബാബരി മസ്ജിദിൽ ശ്രീരാമ വിഗ്രഹം കൊണ്ടുവെക്കുമ്പോൾ ഇവിടെ ഏകപക്ഷീയമായി ഭരണം നടത്തിയത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. അതിനുശേഷം ആ ബാബരി മസ്ജിദ് 1986 വർഗീയ പരിവാരങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പ്രസ്താവന ഇറക്കുമ്പോഴും ഇവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു. അതിനുശേഷം 1989 ബാബരി മസ്ജിദിനുള്ളിൽ ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തപ്പോഴും ഇവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു. ശേഷം 1992 ബാബരി മസ്ജിദ് ഈ രാജ്യത്തെ വർഗീയവാദികളായ സംഘപരിവാർ വാനര സേന കാടിളകി വന്നിട്ട് ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കുമ്പോഴും ഇവിടെ ഭരണം നടത്തിയിരുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു. അതിനുശേഷം അവിടെ താൽക്കാലിക ക്ഷേത്രം കെട്ടിയുണ്ടാക്കാൻ അനുവാദവും സമ്പാദ്യവും കൊടുത്തതും ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരായിരുന്നു. ആ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ക്ഷേത്രത്തിന് ബുള്ളറ്റ് പ്രൂഫ് സംരക്ഷണം കൊടുത്തതും ഇവിടുത്തെ കോൺഗ്രസ് സർക്കാരായിരുന്നു. എന്ന് മാത്രമല്ല എന്റെ സഹോദരങ്ങളെ, ബാബരി മസ്ജിദ് പൊളിച്ചതിനോടനുബന്ധിച്ച് ബോംബെയുടെ തെരുവോരങ്ങളിൽ അതിക്രൂരമായ പീഡനങ്ങളും കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും നടന്നപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മീഷന് നിയോഗിച്ചതായ കോൺഗ്രസ് സർക്കാർ, ആ കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ കലാപത്തിന്റെ ഒന്നാമത്തെ പ്രതി അതേ വർഗീയവാദിയായ ശിവസേന ഭീകരനായിരുന്ന ബാൽ താക്കറെ ലഅനത്തുല്ലാഹി അലൈഹിയാണ് എന്നുള്ളതായ പ്രസ്താവന വന്നപ്പോൾ അവനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകാതിരുന്നത് കോൺഗ്രസ് സർക്കാർ
ഭീകരന്മാരായിരുന്നു എന്ന് മാത്രമല്ല, അവൻ ചത്തൊടുങ്ങി കഴിഞ്ഞപ്പോൾ ആ ഭീകരവാദിയുടെ ശരീരത്തില് ഞാനും നിങ്ങളും ആദരിക്കുന്ന, ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക പുതപ്പിച്ച് അവന് വേണ്ടി വെടിയുയർത്തുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചതും കോൺഗ്രസ് സർക്കാരാ. ഇതൊന്നും BJP-ക്കാരല്ല. പള്ളിക്കകത്ത് ആള് കയറിയപ്പോഴും, തുറന്നു കൊടുത്തപ്പോഴും, പൊളിച്ചപ്പോഴും, ക്ഷേത്രം ഉണ്ടാക്കിയപ്പോഴും, ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം കൊടുത്തപ്പോഴും എല്ലാം കോൺഗ്രസ് സർക്കാരായിരുന്നു. എല്ലാം കോൺഗ്രസ് സർക്കാരാ. ഇനിയും കാക്കാമാര് അവരുടെ നെഞ്ചത്ത് തന്നെ വോട്ടുകുത്താൻ വേണ്ടി ഓടുകയാണല്ലോ. അല്ലെ, തിരിച്ചറിവുണ്ടാകണ്ടേ? ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണ്ടേ? നമുക്കറിയോ, ബാബരി മസ്ജിദ് പൊളിച്ച് 10 ദിവസത്തിനുള്ളിൽ തന്നെ ലിബർഹാൻ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷനെ ബാബരി ആരാ പൊളിച്ചെന്ന് അന്വേഷണം നടത്താൻ. ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും പറയാം ആരാ പൊളിച്ചെന്ന്. ഇതൊക്കെ ഒരു പ്രഹസനമാണല്ലോ. അന്വേഷണം നടത്തുക. 1-2 ദിവസം അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ ഉള്ളൂ. എത്ര നാളാ അന്വേഷിച്ച്? 17 വർഷം 700 ലക്ഷം രൂപ ചെലവാക്കി. 17 വർഷം 700 ലക്ഷം രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ടവളായ ന്യൂനപക്ഷ കീഴാള ജനവിഭാഗത്തിന്റെ ഉൾപ്പെടെയുള്ളതായ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, മണ്ണിലേക്ക് കൈയും കുന്താലിയും എടുത്തുകൊണ്ട് കിളച്ചുകൊണ്ട് ചോര നീരാക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതായ ഈ രാജ്യത്തെ നല്ലവരായ മുസ്ലിംമാരുടെയും ദലിതന്മാരുടെയും കീഴാള ജനവിഭാഗങ്ങളുടെയും വിയർപ്പിന്റെ അംശമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് 700 ലക്ഷം രൂപ ചെലവാക്കിയിട്ട ലിബർഹാൻ കമ്മീഷൻ 17 വർഷം അന്വേഷണം നടത്തി. അവസാനം 2009 ജൂൺ മാസത്തില് ബഹുമാന്യനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മുമ്പില് 999 പേജുള്ള ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവച്ചു. ഇതെന്താന്ന് ചോദിക്കാനെങ്കിലും പുള്ളിക്കാരനൊന്ന് വാ തുറന്നിരുന്നെങ്കിൽ അല്ലേ. ഇങ്ങനെ കൊണ്ടുവച്ചു. അതുമായിട്ട് അയാൾ അലമാരി കൊണ്ടുപോയി പൂട്ടി വെച്ചു. നമുക്കറിയോ, ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. പിറ്റേ ദിവസം അത് പാർലമെന്റിൽ വന്നില്ല. ശരി, 2 ദിവസമാകട്ടെ എന്ന് കരുതി വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞും വന്നില്ല, 2 ആഴ്ച കഴിഞ്ഞും വന്നില്ല, 1 മാസം കഴിഞ്ഞും വന്നില്ല, 2 മാസം കഴിഞ്ഞും വന്നില്ല. അവസാനം 5 മാസം കഴിഞ്ഞപ്പോ അലമാരി പൂട്ടിവെച്ച സാധനം എടുത്തോണ്ട് വന്നു. കാര്യം എന്താണെന്നറിയോ? ലിബർഹാൻ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ പുറത്തായി. ആരൊക്കെയാ കുറ്റവാളി എന്ന് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു, ലോകം അറിഞ്ഞു. ഇനി അത് അകത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പൊടിയും തട്ടി പുള്ളിക്കാരൻ എടുത്തോണ്ട് വന്നു. ആരാ? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാ. എന്നിട്ട് ആ ബാബരി മസ്ജിദ് പൊളിച്ചത് ഇന്ന ആളുകളാണ് എന്ന് വ്യക്തമായി ആൽഫബറ്റിക് ഓർഡർ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ ഒരുത്തനെതിരെങ്കിലും നടപടിയെടുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ അറിയണം. മാറി മാറി വരുന്നെന്ന് മാത്രമല്ല, ഇപ്പൊ ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ബീഫ് ഫെസ്റ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി മറ്റു ചില ആളുകളും വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പാരമ്പര്യം അറിയോ? ബാബരി മസ്ജിദിനുള്ളില് ശില കൊണ്ടുവച്ചപ്പോൾ അന്ന് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇന്നിപ്പോ ബഹുമാന്യനായ കാന്തപുര ഉസ്താദിനെതിരെ മാതൃത്വത്തെ നശിപ്പിച്ചവരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കലിതുള്ളുന്നതായ ഇന്നത്തെ അറിയപ്പെട്ട ഒരു നേതാവ് അന്ന് പറഞ്ഞെന്താണെന്നറിയോ? ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾ അങ്ങോട്ട് സംഘപരിവാറിന് വിട്ടുകൊടുത്ത് പ്രശ്നം തീർക്കണമെന്നാ. അവരൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. അതൊക്കെ അറിയണമെങ്കിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോകണം. സുബഹി വിളിക്കണമെങ്കിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിക്കും. നമുക്കറിയോ? ഇവരെ നമ്മളെ പറയേണ്ടത് ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ന്യൂനപക്ഷ ജനാധിപത്യ വിശ്വാസ സമൂഹം നേരിടുന്നതായ പ്രശ്നങ്ങളിൽ ഈ സമൂഹത്തോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ ഇവിടെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ആദർശത്തിന്റെ ഭാഗമായി നമ്മൾ സൂക്ഷിക്കുന്ന വിശുദ്ധ ഖുർആനുണ്ട്. ആ വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ഒരു പാഠമുണ്ടറിയോ? يذكر فيها اسمه وسعى في خرابها اولئك ما كان لهم ان يدخلوها الا خائفين. അല്ലാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കപ്പെടുന്ന വിശുദ്ധ ഭവനങ്ങളായ പള്ളികളെ തച്ച് തകർത്ത് തരിപ്പണമാക്കിയ കൗശല പടയക്കാൾ ഏറ്റവും വലിയ അക്രമകാരികൾ ഈ ലോകത്ത് ആരാണുള്ളത് എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആൻ. അതിനുശേഷം ഖുർആൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാ. ബാബരി വിഷയത്തിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കാൻ കഴിയാത്തതായ
പ്രമുഖരായ ഭരണാധികാരികളും രാഷ്ട്രീയ മേലാളന്മാരും അറിയുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ ഒരു ശിക്ഷ പരലോകത്തിൽ വെച്ചിട്ടുണ്ട്. പരലോകത്ത് മാത്രമല്ലടോ അള്ളാന്റെ പള്ളിയെ തൊട്ട് കളിക്കുന്നവന്മാരെ ഈ ലോകത്തും പടച്ച തമ്പുരാൻ നിന്നരാക്കും, നിസാരാക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ബാബരി മസ്ജിദിന് അലംഭാവം കാണിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രമല്ല നമുക്കറിയോ. നെഹ്റു കുടുംബത്തിൽ ഒരു നല്ല വിജയം കിട്ടിയത് ബഹുമാനായ ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ്. കാരണം പുള്ളിക്കാരൻ അതെടുത്തിട്ട് സരയൂ നദി കളയണമെന്നെങ്കിലും പറഞ്ഞു. ബാക്കിയുള്ളവരുടെയൊക്കെ ചരിത്രം നോക്കെ. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഒരു ഭീകരനെ ഒഴിപ്പിച്ചെടുത്തതായ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ബാബരി മസ്ജിദിൽ തീരുമാനമെടുത്തില്ല. എന്തുണ്ടായി? നടക്കാൻ പാടില്ലാത്തത് നടന്നില്ലേ? സ്വന്തം അംഗരക്ഷകരുടെ തന്നെ ബുള്ളറ്റ് തൊണ്ടയിലേക്ക് ഇറങ്ങി മരിക്കേണ്ടി വന്നില്ലേ? ചരിത്രം നോക്കണം. രാജീവ് ഗാന്ധി ഇവിടെ ഭരണം നടത്തിയില്ലേ? അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ചെയ്തോ? അവസാനം നടക്കാൻ പാടില്ലാത്തത് തന്നെ വീണ്ടും നടന്നില്ലേ? കഷണമായി ചിഹ്നിച്ചിതറേണ്ടി വന്നില്ലേ? ശേഷം ബാബരി മസ്ജിദ് പൊളിക്കാൻ ഒത്താശ കൊടുത്തതായ PV നരസിംഹറാവു എന്നൊരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചതുപോലെ ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ല. നമുക്കറിയോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവസാനം മരണക്കട്ടിലിന്റെ സമയത്ത് പോലും കേസിന്റെ പേരിൽ കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ടി വന്നു. അവസാനം ഈ രാജ്യത്തുള്ള ഒരു പ്രധാനമന്ത്രിക്കും വരാത്ത ഗതികേടാണ് PV നരസിംഹറാവുവിനുണ്ടായത്. ഈ രാജ്യത്തിന്റെ അവരൊക്കെ ദിവംഗതരായി കഴിഞ്ഞാൽ അവരെയൊക്കെ രാജ്ഘട്ടിൽ കൊണ്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി ആദരിച്ച് അടക്കം ചെയ്യുമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നിട്ട് രാജ്ഘട്ടിൽ അടക്കാനുള്ള ബഹുമതി കിട്ടാതിരുന്ന ഒരേ ഒരാള് ആ ബഹുമാനനായ PV നരസിംഹറാവു മാത്രമാണ്. അയാൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല അല്ലെ? ഇന്ന് മാത്രമല്ല അവസാനം ബാബരിയുടെ സമയത്ത് വർഗീയതയുടെ വിഷവിത്തുകൾ പാതിയ ഉമാഭാരതി ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ആർക്കെങ്കിലും അറിയോ? ഉമാഭാരതി ഇപ്പൊ എവിടെയാ? ഒരു കോമഡി താരമായിട്ടേക്ക് ഇങ്ങനെ വാട്സാപ്പിലൊക്കെ കാണുന്നുണ്ട്. ഉമാഭാരതി എവിടെ? ഇപ്പൊ മഷിയിട്ട് നോക്കണം. ഉമാഭാരതി എവിടെ ഉണ്ടെന്നറിയാം, മഷിയിട്ട് നോക്കണം. എവിടാന്നും അഡ്രസ്സേ ഇല്ല, ആളുടെ അഡ്രസ്സേ ഇല്ല. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, നാം കരുതണ്ട, ബാൽ താക്കറെ എന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് കടന്നുപോയതെന്ന് നമ്മൾ കരുതല്ലേ? അതൊക്കെ ഒരു കള്ളക്കളിയായിരുന്ന സഹോദരങ്ങള്. ബാൽ താക്കറെ എന്ന മനുഷ്യൻ ദിവസങ്ങളോളം മാസങ്ങളോളം വിഷാദ ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് മാനസികമായ വിഭ്രാന്തിയോടുകൂടി കുളിക്കാൻ മനസ്സില്ലാതെ, കഴിക്കാൻ മനസ്സില്ലാതെ, കുടിക്കാൻ മനസ്സില്ലാതെ, അത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും അംഗരക്ഷകരുടെ സപ്പോർട്ട് കൂടി അല്ലാത്ത രീതിയിൽ അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെയുള്ള മോശമായ അന്തത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെതായ ത്രിവർണ്ണ പതാക പുതപ്പിച്ചത് എങ്കിൽ ഞാൻ പറയുന്നത് ദുനിയാവിൽ അവൻ അനുഭവിച്ചിട്ടല്ലാതെ നിന്ദനായിട്ടല്ലാതെ കടന്നു പോകില്ല എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ് എങ്കിൽ ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളോട് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലും പോഷക പ്രസ്ഥാനങ്ങളോടും പറയാനുള്ളത്, ബാബരിയുടെ വിഷയത്തിൽ നീതി നടപ്പിലാക്കിക്കൊണ്ട് ബാബരി നിങ്ങൾ പുനർനിർമ്മിച്ച് നൽകിയില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് കാലഘട്ടം തെളിയിക്കുന്നതായിരിക്കും. ബാബരിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ BJP സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് അതേ ബാബരിയുടെ പേരിൽ തന്നെ BJP സർക്കാർ തകർന്ന് തരിപ്പണമാകുന്ന കാലം ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നതാ. കാരണം ഇത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് നിരാശയില്ല. ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു നിരാശയില്ല. നമ്മൾ വിശ്വസിക്കുന്നത് നാഥനായ തമ്പുരാനിലാണ്. നമ്മൾ വിശ്വസിക്കുന്നത് ഏകനായ പടച്ച തമ്പുരാനിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. പടച്ച തമ്പുരാനിൽ അതിയുറച്ച വിശ്വാസമുണ്ട്. അതേ കണ്ട സഹോദരങ്ങളെ, അറിയില്ലയോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹുവിന്റെ വിശുദ്ധ പ്രഥമ ഭവനമായ കഅബാലയത്തെ തല്ലിത്തകർത്ത് തരിപ്പണമാക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പട അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഒരു പ്രശ്നമല്ലായിരുന്നുവെങ്കിൽ അബ്രഹത്തിന്റെ ആനപ്പടയെ ചവച്ചു തുപ്പപ്പെട്ട കരിമ്പിൻ ചണ്ടി പോലെ ആക്കിയ പടച്ച തമ്പുരാന് അമിത്ഷായുടെ കാവിപ്പട ഒരു പ്രശ്നമല്ല സഹോദരങ്ങളെ. ഒരിക്കലും പരാജയപ്പെട്ടെന്ന് കരുതണ്ട. പ്രിയപ്പെട്ട പ്രവാചകർ മക്കയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും
ആധുനിക ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം അതേ പ്രത്യാശയോടുകൂടി താല്പര്യത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. വിശുദ്ധ കഅബാലയം എന്ന പ്രഥമ പവനിലേക്ക് പ്രിയപ്പെട്ട പ്രവാചകർ കടന്നു വന്ന് പടച്ചവന്റെ സഹായത്തോടെ ആ കഅബാലയത്തിനുള്ളിലുണ്ടായിരുന്ന 360 വിഗ്രഹങ്ങൾ എടുത്തു മാറ്റി കഅബാലയം മുസ്ലിമിന്റേതാക്കി മാറ്റിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാബരി മസ്ജിദിലുള്ള ഒരു വിഗ്രഹം എടുത്തു മാറ്റി കേട്ടോ. ആ ബാബരി മസ്ജിദ് ഇന്ത്യൻ മുസൽമാന്റേതാക്കി മാറ്റുവാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല ഇൻഷാ അല്ലാഹ് എന്ന പ്രത്യാശ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ ശബ്ദത്തിൽ നിന്നും ഏതെങ്കിലും നല്ലവരായ ഹിന്ദു സഹോദരങ്ങൾക്ക് വേദനയുണ്ടായിട്ട് എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആ സംഘപരിവാറിനെ പേടിച്ചിട്ടൊന്നുമല്ല. അല്ലാഹ് അല്ലാതെ ആരാധിക്കുന്നവരെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് എന്റെ ഖുർആൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാന്യത ഞങ്ങൾക്കുള്ളത് കൊണ്ടാ. ഏതെങ്കിലും എംബോക്കികൾ എന്തെങ്കിലും വൃത്തികേട് ചെയ്തതിന് ഒരു സമുദായത്തോട് നിങ്ങൾ എതിര് ചെയ്യരുത് എന്ന് എന്റെ ഖുർആൻ, എന്റെ പടച്ചവൻ എന്നെ പഠിപ്പിച്ചതിന്റെ പേരില. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്ന കാലഘട്ടത്തില്, ഇസ്ലാം എന്തൊക്കെയോ ഭീകരവാദമെന്ന് പറയുന്ന കാലഘട്ടത്തില് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിക്കുവിൻ എന്താണ് ഇസ്ലാം എന്ന്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന നാഥനാരെന്ന് നിങ്ങൾ പഠിക്കണം. ഇസ്ലാമിന്റെ പ്രവാചകൻ ആരായിരുന്നു, ആ ജീവിതം എന്തായിരുന്നു എന്ന് പഠിക്കുവിൻ. ദൈവത്തിൽ നിന്നും അവതീർണമായ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കുവിൻ. ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുവിൻ. നാഥനായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും സന്മാർഗം കാട്ടിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസ സമൂഹത്തിനും ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഈ മഹത്തായ പ്രസ്ഥാനത്തെയും ഓർക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.